യെസ്, നമുക്കിന്ന് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 11 തുടരുന്നു. അതിൽ ഫോർവേഡ് എക്സ്ചേഞ്ച് കോൺട്രാക്റ്റിനെ പറ്റിയാണ് ആദ്യമേ നമ്മൾ നോക്കാൻ പോകുന്നത്. ഫോർവേഡ് എക്സ്ചേഞ്ച് കോൺട്രാക്ട്, ഇറ്റ്സ് എ കോൺട്രാക്ട്, ഫോർവേഡ് കോൺട്രാക്ട്, that means future contract. What is it? Forward exchange contract means forward exchange contract FEC is equal to contract entered into today to buy or sell foreign currency at future date. Buy or sell foreign currency. ഇവിടെ ഡീലിങ്സ് മുഴുവൻ നടക്കുന്നത് ഫോറിൻ കറൻസിയിലാണ്. At a future date, that is why it is called forward exchange contract. For contract entered into today to buy or sell foreign currency at future date. കോൺട്രാക്റ്റ് നിങ്ങൾക്ക് അറിയാം. കോൺട്രാക്റ്റ് ആകുമ്പോൾ രണ്ട് പാർട്ടികൾ കാണും, എഗ്രിമെന്റ് കാണും. എന്താണ് എഗ്രിമെന്റ്? ഇപ്പം ഞാനൊരു അസറ്റ് വാങ്ങിച്ചു, എനിക്ക് $50,000 കൊടുക്കണം. ഞാൻ പേയ്മെന്റ് എനിക്ക് ഒരു 6 മാസം കഴിഞ്ഞ് കൊടുത്താൽ മതിയായിരിക്കും. $50,000 6 മാസം കഴിഞ്ഞ് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഡോളറിന്റെ വില ഫ്ലക്ച്വേറ്റ് ചെയ്യുമെന്ന് നിങ്ങൾക്കറിയാം. ഇന്നത്തെ ഡോളറിന്റെ വില ആയിരിക്കില്ല അന്ന് ഡോളറിന്റെ വില. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഒരു എക്സ്ചേഞ്ച് ഡീലറുമായിട്ട് കരാറിലേർപ്പെടും. എക്സ്ചേഞ്ച് ഡീലർ ബാങ്ക് ആകാം. ആ എക്സ്ചേഞ്ച് ഡീലറിന്റെ അടുക്കൽ ചെന്ന് പറയും, എനിക്ക് 6 മാസം കഴിയുമ്പോൾ $50,000 തരണം, ഞാൻ ഇന്ത്യൻ കറൻസിയിൽ ഇത്ര രൂപ വെച്ച് തരാം. മനസ്സിലായോ? അപ്പോൾ ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇപ്പം 60 രൂപയാണ് ഒരു ഡോളറിന്റെ വിലയെങ്കിൽ ഞാൻ 6 മാസം കഴിഞ്ഞ് 65 രൂപയ്ക്ക് ആ ഡോളർ 65 രൂപ കൊടുത്ത് വാങ്ങിക്കുവാണ്. ഒരു ഡോളർ 65 രൂപ കൊടുത്ത് $50,000 ഞാൻ ബാങ്കിൻ്റെ നിന്ന് വാങ്ങിക്കുവാണ്. അപ്പോൾ 65 രൂപയ്ക്ക് ഞാൻ വാങ്ങിക്കുമ്പോൾ എൻ്റെ പ്രതീക്ഷ അന്നത്തെ ഡോളർ വില 80 ആകാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ 65 രൂപയ്ക്ക് ഡോളർ വാങ്ങിക്കുന്നത്. സോ ഇറ്റ്സ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ദ എക്സ്ചേഞ്ച് ഡീലർ ആൻഡ് മൈസെൽഫ്. ഞാനും എക്സ്ചേഞ്ച് ഡീലറും തമ്മിൽ ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന ഒരു എഗ്രിമെന്റ് ആണ്. അതായത് ഇന്ന് ഡോളറിന് 60 രൂപയാണ്, ഞാൻ എഗ്രിമെന്റ് വെക്കുന്നത് 6 മാസം കഴിയുമ്പോൾ 65 രൂപയ്ക്ക് എനിക്ക് ഒരു ഡോളറിന് 65 രൂപ വെച്ച് $50,000 എനിക്ക് തരണം. മനസ്സിലായോ? അപ്പൊ അന്നത്തെ ഡോളർ വില കൂടിയാൽ ഞാൻ ആ എമൗണ്ട് വെച്ചല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഫോർവേഡ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. അപ്പൊ എനിക്ക് നഷ്ടമുണ്ടാകാം, ലാഭം ഉണ്ടാകാം. എനിവേ 60 രൂപ എന്നുള്ളത് അന്നത്തെ ഫോർവേഡ് റേറ്റ് 65 ആണ് എങ്കിൽ സ്പോട്ട് റേറ്റ് 60 എന്ന് പറഞ്ഞാൽ കോൺട്രാക്ട് ഡേയിൽ 60, ഫോർവേഡ് റേറ്റിൽ 65 ആണെങ്കിൽ എനിക്കുണ്ടാകുന്ന ലോസ് എത്രയാണ്? 5 രൂപ. അതിന് പറയുന്നത് പ്രീമിയം ഓർ ലോസ് എന്നാണ്. ദിസ് ഈസ് ടു ബി അമോർട്ടൈസ്ഡ് ഓവർ ദ പീരീഡ്. ഓവർ ദ പീരീഡ് എന്ന് പറഞ്ഞാൽ ഈ 6 മാസം കൊണ്ട് ഞാൻ ഇത് എന്ത് ചെയ്യണം? റൈറ്റ് ഓഫ് ചെയ്ത് കളയണം ഈ ഇതിൽ. മനസ്സിലായോ? രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് 55 രൂപ സ്പോട്ട് റേറ്റ് ഉള്ളത്, ഫോർവേഡ് റേറ്റ് 54 ആണെങ്കിൽ എനിക്ക് 1 രൂപ ലാഭം വരികയാണ്. ദാറ്റ് ഈസ് കോൾഡ് ഡിസ്കൗണ്ട്. ദാറ്റ് ഈസ് ഓൾസോ ചാർജ് ഓവർ ടു ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പം ഫ്യൂച്ചർ കോൺട്രാക്ട്, ഫോർവേഡ് കോൺട്രാക്ട് 2 ടൈപ്പിലുണ്ട്. ഞാൻ അതിൽ പറഞ്ഞതിപ്പോ ഫോർവേഡ് എക്സ്ചേഞ്ച് കോൺട്രാക്ട് ഫോർ ഹെഡ്ജിങ് ആണ് പറഞ്ഞത്. വാട്ട് ഈസ് ഹെഡ്ജിങ്? For managing the risk or for reducing the risk. എനിക്ക് ഒരു അസറ്റ് വാങ്ങുമ്പോഴോ പൈസ ഡോളറിൽ കൊടുക്കേണ്ടി വന്നാൽ ആ ഡോളറിന്റെ വില ഈ എക്സ്ചേഞ്ച് റേറ്റ് അനുസരിച്ച് മാറുകയാണ് എങ്കിൽ എനിക്കുണ്ടാകാവുന്ന റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഇന്നേ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. ഇത്ര രൂപയ്ക്ക് ഞാൻ അത് വാങ്ങിക്കൊള്ളാമെന്നും പറഞ്ഞു. അപ്പൊ ഈ കോൺട്രാക്റ്റിൽ എന്ന് എൻ്റർ ചെയ്യുന്നോ അന്നത്തെ റേറ്റിനെയാണ് സ്പോട്ട് റേറ്റ് എന്ന് പറയുന്നത്. എന്നാണോ സെറ്റിൽ ചെയ്യാമെന്ന് പറയുന്നത് ആ ഡേറ്റിനെയാണ് ഫോർവേഡ് റേറ്റ് എന്ന് പറയുന്നത്. ഇത് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് പ്രീമിയം ഓർ ലോസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഈ പ്രീമിയമോ ഡിസ്കൗണ്ടോ വന്നാൽ ദാറ്റ് ഷുഡ് ബി അലോക്കേറ്റഡ് ഓവർ ദ എൻറ്റയർ പീരീഡ്. 6 മാസത്തെ കോൺട്രാക്ട്, 3 മാസത്തെ കോൺട്രാക്ട്, ഇത് 3 മാസം കൊണ്ട് റൈറ്റ് ഓഫ് ചെയ്ത് കളയണം.
അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇത് 2 പീരീഡിൽ വരുന്നു എന്ന് വിചാരിക്കുക, 2 അക്കൗണ്ടിങ് ഇയറിൽ വരികയാണെങ്കിൽ അതിന്റെ പ്രൊപ്പോർഷനേറ്റ് ടൈം അനുസരിച്ച് ഡിവൈഡ് ചെയ്യണം. അത് നമുക്ക് കണക്കിലൂടെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഓക്കെ, അതാണ് ഫോർവേഡ് കോൺട്രാക്ട് ഹെഡ്ജിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് ഫോർവേഡ് എക്സ്ചേഞ്ച് കോൺട്രാക്ട് ഫോർ സ്പെക്കുലേഷൻ ഉണ്ട്. ദാറ്റ് മീൻസ് ഫോർ ട്രേഡിംഗ്. So forward exchange contract can be divided into 2 for the accounting purpose. One is for hedging, that is for managing the risk or for reducing the risk. Second one is speculation. ഇതിന്റെ കൂടുതൽ കാര്യങ്ങളെല്ലാം ഫൈനൽ സ്റ്റേജിലേ പഠിക്കുകയുള്ളൂ. നമുക്കിതൊന്നും ജസ്റ്റ് തൊട്ട് പോയാൽ മതി. കൂടുതൽ ഡീപ്പായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എൻട്രികളും കാര്യങ്ങളും എല്ലാം പഠിക്കേണ്ടി വരും. ഇറ്റ് ഈസ് ടു റിസ്ക്. അതുകൊണ്ടായിരിക്കാം നമ്മുടെ പാർട്ടിൽ നിന്ന് ഇതിനെ ഒഴിവാക്കി തന്നിട്ടുണ്ട്. എനിവേ, സ്പെക്കുലേഷൻ ഫോർ ട്രേഡിംഗ്. ട്രേഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഇങ്ങനെ ഒരു കോൺട്രാക്റ്റിൽ ഉൾപ്പെട്ടു, അവിടെ അസറ്റ് വാങ്ങിച്ചു എന്നുള്ളതല്ല. ഫോർവേഡ് കോൺട്രാക്റ്റാ, 6 മാസം കഴിയുമ്പോൾ ഞാൻ 65 രൂപയ്ക്ക് എടുത്തോളാമെന്നും പറഞ്ഞു. മനസ്സിലായോ? അതിനിടയിൽ ഞാൻ ഇത് വിറ്റാൽ അതാണ് എൻ്റെ സ്പെക്കുലേഷൻ. അവിടെ പ്രൈസ് കൂടുന്നെന്ന് കാണുമ്പോൾ ഞാൻ ചിലപ്പോൾ ഇത് വിൽക്കും. അപ്പൊ എന്റെ കോൺട്രാക്ട് ഞാൻ മറ്റൊരാൾക്ക് വിൽക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ലാഭമോ നഷ്ടമോ ആ സമയത്ത് തന്നെ റിയലൈസ് ചെയ്ത പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റും. സ്പെക്കുലേഷൻ എന്ന് പറയുന്ന ട്രേഡിംഗ് ആണ്. ഇവിടെ ട്രേഡിംഗ് നടക്കുന്നതിന് ഒരു സ്ഥാപനം ഉള്ളത് എക്സ്ചേഞ്ച് ഡീലറുടെ അടുക്കലാണ് നമ്മൾ പോയി പറയുന്നത്. എനിക്ക് 6 മാസം കഴിയുമ്പോൾ $50,000 ഞാൻ കറൻസി തരാം, എനിക്ക് ഡോളർ തരണം, $50,000 തരാം, 65 രൂപയ്ക്ക് ഞാൻ തരുവുള്ളൂ ഒരു ഡോളറിന്. ആ എഗ്രിമെന്റിൽ ഒപ്പിട്ടു. അതിനു മുമ്പ് 68 രൂപയ്ക്ക് ഞാനത് വിറ്റാൽ അവിടെ എനിക്കൊരു ഗെയിൻ ഉണ്ടാകും. ദാറ്റ് ഗെയിൻ ഷുഡ് ബി ചാർജ്ഡ് ഓവർ ടു P&L അക്കൗണ്ട്. മനസ്സിലായോ? സോ ദർ ആർ 2 ടൈപ്സ് ഓഫ് ഫോർവേഡ് എക്സ്ചേഞ്ച് കോൺട്രാക്ട്. വൺ ഈസ് ഹെഡ്ജിങ്, സെക്കൻഡ് വൺ ഈസ് സ്പെക്കുലേഷൻ. വൺ ഈസ് ഹെഡ്ജിങ്, സെക്കൻഡ് ഫോർ സ്പെക്കുലേഷൻ. അപ്പോൾ ഇത് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ചെറിയ സമ്മുകളുമായിട്ട് വരുന്നതാണ്. പരീക്ഷയ്ക്ക് 5 മാർക്കിന് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന്റെ ക്വസ്റ്റിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി ചോദിക്കാറുണ്ട്. സോ പ്ലീസ് റൈറ്റ് forward contract. Write first forward exchange contract. Forward contract. Right. A forward contract is an agreement. A forward contract is an agreement between two parties. ഒന്ന് എക്സ്ചേഞ്ച് ഡീലർ ആണ്, മറ്റേ പാർട്ടി ആരാണ്? ബിറ്റ്വീൻ 2 parties. ചിലപ്പോൾ എക്സ്പോർട്ടർ ആകാം, ഇമ്പോർട്ടർ ആകാം, ബോറോവർ ആകാം, ലെൻഡേഴ്സ് ആകാം. ഇവരൊക്കെയാണ് പാർട്ടികളുടെ ഉൾപ്പെടുന്ന എക്സ്ചേഞ്ച് ഡീലറിനെ അതിന്റെ കൂട്ടത്തിൽ വരുന്ന മറ്റു പാർട്ടികൾ എന്ന് പറയുന്നത് എക്സ്പോർട്ടർ ആണ്. അയാളെ സംബന്ധിച്ചിടത്തോളം പൈസ ഇങ്ങോട്ട് കിട്ടാനുണ്ടാവും. അപ്പൊ ഇങ്ങോട്ട് കിട്ടാനുള്ള പൈസയുടെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടി അയാൾക്ക് ഹെഡ്ജിങ്ങിൽ ഏർപ്പെടാം. ഓക്കെ, ഇമ്പോർട്ടർ ആകും, ലെൻഡർ ആകും, ബോറോവർ ആകും. ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഈ പാർട്ടികൾ എന്ന് ഉദ്ദേശിക്കുന്നതിൽ. എക്സ്ചേഞ്ച് ഡീലർ സാധാരണ രീതിയിൽ ബാങ്ക് ആയിരിക്കും. ഓക്കെ, എ ഫോർവേഡ് കോൺട്രാക്ട് ഈസ് ആൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ 2 parties whereby one party agrees to buy from or sell to the other party on asset at a future date for an agreed price. Right. അടുത്ത സെന്റൻസ് ആയിട്ട് എഴുതുക. In case of forward exchange contract, the asset is foreign currency. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എഴുതിയത് കോൺട്രാക്ട് entered into today to buy or sell foreign currency at future date. അപ്പൊ ഫോറിൻ കറൻസിയാണ് നമ്മൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. മനസ്സിലായോ? ഡോളറാണ് നമ്മൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഫോറിൻ കറൻസി. അതാണ് ഫോർവേഡ് കോൺട്രാക്ട്, ഫ്യൂച്ചർ കോൺട്രാക്ട്. ഓക്കെ, നൗ റൈറ്റ് for the purpose of accounting treatment
forward exchange contract has been classified into two. Forward exchange contract has been classified into two. One, forward exchange contract. Forward exchange contract for managing the risk. For managing the risk. For managing the risk. That is called hedging. 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 Two, forward exchange contract entered into for trading or speculation. Forward exchange contract entered into for trading or speculation. 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 നമ്മൾ ഗോൾഡിന്റെ വില കൂടുമെന്ന് പറഞ്ഞ് നേരത്തെ വാങ്ങിച്ച് വെക്കും, എന്നിട്ട് വില കൂടുന്ന സമയത്ത് വിൽക്കും എന്ന് പറഞ്ഞ പോലെയാണ് ഈ ബിസിനസ്, സ്പെക്കുലേഷൻ ബിസിനസ്. വില കൂടുമെന്ന് കരുതി നേരത്തെ വാങ്ങിക്കും, വില കൂടുന്ന സമയത്ത് മറിച്ച് വിൽക്കും. That is speculation, trading or speculation. Okay. Now write the premium or discount that arises. The premium or discount that arises is amortized over the period. Is amortized over the period to the statement of profit or loss. Is amortized over the period to the statement of profit or loss. To the statement of profit or loss. To the statement of profit or loss. നമുക്ക് സ്റ്റഡി മെറ്റീരിയലിലേക്ക് പോകാം. സ്റ്റഡി മെറ്റീരിയലിൽ ഫോർവേഡ് എക്സ്ചേഞ്ച് കോൺട്രാക്റ്റിൻ്റെ രണ്ട് സം ഉണ്ട്, അതിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, സോ നിങ്ങൾ പേജ് നമ്പർ 3.106 എടുക്കുക. ഇല്ലസ്ട്രേഷൻ 4 എടുക്കുക. ഇല്ലസ്ട്രേഷൻ 4 എടുക്കുക. ഇല്ലസ്ട്രേഷൻ 4 എടുക്കുക. റാവു ലിമിറ്റഡ് purchased a plan for $1 lakh. Purchased a plan for $1 lakh. So asset 1 lakh ആണ്. അസറ്റിനല്ല ഇവിടെ ഇമ്പോർട്ടൻസ്, അത് ഓർത്തോളുക. 1 lakh. പിന്നെ ഏതിനാ ഇമ്പോർട്ടൻസ്? ഫോറിൻ കറൻസിക്കാണ്. On 1st February 2011 payable after 3 months. അപ്പോൾ നമ്മൾ ഈ ഒരു 1 lakhന്റെ ഒരു അസറ്റ് വാങ്ങിച്ചാൽ അതിന്റെ പേയ്മെന്റ് 3 മാസം കഴിയുമ്പോൾ കൊടുക്കണം. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 3 മാസം കഴിയുമ്പോൾ പേയ്മെന്റ് നടത്തണം. മെയ് 1st പേയ്മെന്റ് നടത്തിയിരിക്കണം. കമ്പനി entered into a forward contract for 3 months at the rate of 49.15 per dollar. 49.15 per dollar. അതായത് 3 മാസം കഴിയുമ്പോൾ 1 ലക്ഷം ഡോളർ എനിക്ക് വേണം. 49 രൂപ 15 പൈസ വെച്ച് ഞാൻ ഇന്ത്യൻ റുപ്പി തരും. അതിനെനിക്ക് $1 lakh തരണം. ആ പൈസ കൊണ്ട് ഞാൻ ഈ അസറ്റിന്റെ പേയ്മെന്റ് നടത്തിക്കൊള്ളാം എന്നാണ് എഗ്രിമെന്റ്. അപ്പോൾ അങ്ങനെ എഗ്രിമെന്റ് ഒന്നും കൊടുക്കണ്ട. ഞാൻ എക്സ്ചേഞ്ച് ഡീലറുടെ അടുത്ത് ചെന്ന് പറയുക, ഐ വിൽ ഗിവ് യു 49.15 ഇന്ത്യൻ റുപ്പി ടു ഗെറ്റ് $1. That is the agreement. Okay. Then exchange rate per dollar on 1st February was 48.85. That is called the spot rate. സ്പോട്ടിൽ നമ്മൾ കോൺട്രാക്ട് എഗ്രിമെന്റ് എൻ്റർ ചെയ്യുന്ന ഡേറ്റിൽ 48.85 ആണ്. ഹൗ വിൽ യു റിക്കഗ്നൈസ് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ ഫോർവേഡ് കോൺട്രാക്ട് ഇൻ ദ ബുക്സ് ഓഫ് റാവു ലിമിറ്റഡ്? മനസ്സിലാക്കാൻ ഞാൻ ഒരു ചാർട്ട് വരയ്ക്കാം. ഇതാണ് നമ്മുടെ ടൈം ലൈൻ ആയിട്ട് എടുക്കേണ്ടത്. ടൈം ലൈൻ ഇത് 1st February. ഇത് 31st March ക്ലോസിംഗ് ഡേറ്റ്. 31st March ക്ലോസിംഗ് ദ അക്കൗണ്ടിംഗ് ഇയർ. Closing accounting year. This is in a settlement date. Settlement date. ഏതാ settlement date? April 30th. അല്ലെങ്കിൽ May 1st. February മാർച്ച് 1st ആകുമ്പോൾ 1 മാസം, ഏപ്രിൽ 1st ആകുമ്പോൾ 2 മാസം, May 1st ആകുമ്പോൾ സെറ്റിൽമെന്റ് ഡേറ്റ് May 1st. ഇത് എത്ര മാസമുണ്ട്? ഇത് 2 months ഉണ്ട്. 2 months. February and March. ഇത് എത്രയുണ്ട്? 1 month. Am I right? 1 month. Okay. Then what is spot rate? Forward exchange
rate, forward exchange rate. I will write forward exchange rate. Forward exchange rate is equal to എത്രയാ പറഞ്ഞിരിക്കുന്നത്? ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് 49.15. സ്പോട്ട് റേറ്റ് എത്രയാണെന്ന് നോക്കണം. സ്പോട്ട് റേറ്റ് കംസ് ടു 48.85. 48.85. Find the difference. 0.30. Am I right? 0.30. Contract amount that comes to $1 lakh. $1 lakh US. Am I right? $1 lakh US. Okay. Then total loss is equal to, ഇതിനെ പറയുന്ന പേരാണ് premium bracketed loss. Okay. Total loss is equal to 1 crore into 0.30, that comes to 30,000. 30,000 ആണ് നമ്മുടെ ഇന്ത്യൻ കറൻസിയിൽ ഉണ്ടാകാവുന്ന ലോസ്. അത് നമ്മൾ അമോർട്ടൈസ് ചെയ്യേണ്ടത് ഈ 2 പീരീഡിലാണ്. സോ ദ കോൺട്രാക്ട് പീരീഡ് ഈസ് 3 months. അതിൽ ഒരു പീരീഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇയർ 2011ലാണ്. അടുത്ത പീരീഡ് എന്ന് പറയുന്നത് 31st March 2012ലാണ് എൻഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇത് എങ്ങനെയാണ് റിക്കഗ്നൈസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ 30,000 ഇവിടെ 30,000 ഇൻറ്റു അല്ലെങ്കിൽ ചാർജ്ഡ് ടു P&L account as on 31st March 2000. ഇയർ ഏതാന്ന് നോക്കൂ, 2011 is equal to 30,000 into 2 divided by 3, that comes to 20,000. So 20,000 നമ്മൾ ഈ പീരീഡിൽ റൈറ്റ് ചാർജ് ടു P&L അക്കൗണ്ട്. ബാലൻസ് 10,000 ഏത് പീരീഡിലായിരിക്കും? നെക്സ്റ്റ് അക്കൗണ്ടിങ് ഇയറിലായിരിക്കും. സോ അതിന്റെ ആൻസർ എഴുതിയിരിക്കുന്ന ലാസ്റ്റ് നോക്കുക. ലോസ് ടു ബി റിക്കഗ്നൈസ് 30,000 divided by 3 into 2, 20,000 in the year ended 31st March 2011, and rest 10,000 will be recognized in the following year. ഫോളോയിങ് ഇയർ എന്ന് പറയുന്ന അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് എന്നാൽ 31st March 2012 31st March 2012 അപ്പൊ ഇതാണ് ഫോർവേഡ് എക്സ്ചേഞ്ച് കോൺട്രാക്റ്റിൽ ഹെഡ്ജിങ്ങിൽ ചെയ്യുന്ന ജോലി. അപ്പൊ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും ഹെഡ്ജിങ് ആണോ സ്പെക്കുലേഷൻ ആണോ എന്ന്? അത് നോക്കേണ്ടത് നമ്മുടെ ഈ കോൺട്രാക്ട് എൻട്രി ചെയ്ത് തീരുന്ന എന്നാ ഇവിടെ May 1st. അതിനിടയ്ക്ക് മറ്റ് ട്രാൻസാക്ഷൻ ഒന്നും നടന്നിട്ടില്ല. എന്നാൽ അതിനു മുമ്പേ മറ്റെന്തെങ്കിലും തരത്തിൽ ട്രാൻസാക്ഷൻസ് നടന്നാൽ തീർച്ചയായിട്ടും അത് സ്പെക്കുലേഷൻ ആയിരിക്കും. അത് മനസ്സിലാക്കാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇലസ്ട്രേഷൻ 5. A bought a forward contract for 3 months $1 lakh on 1st December at $47.10. 3 months December, January, first December, am I right? December, January, February. January 1st, February 1st, March 1st, 3 മാസം അങ്ങനെയാ. 47.10 when exchange rate was $1 is equal to 47.02. അതായത് 1st Decemberൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന 3 മാസം കഴിയുമ്പോൾ എനിക്ക് $1 ലക്ഷം വേണം. എത്ര രൂപയ്ക്ക് എടുത്തോളാവുന്ന? 47.10 എടുത്തോളാവുന്ന ഞാൻ പറഞ്ഞിരിക്കുന്നത്. അന്നത്തെ റേറ്റിന് യാതൊരു ഇമ്പോർട്ടൻസ് ഇവിടെ ഇല്ല. സ്പോട്ട് റേറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഇമ്പോർട്ടൻറ്റ് ഇൻ സ്പെക്കുലേഷൻ ബിസിനസ്. ഇതെന്താ സ്പെക്കുലേഷൻ ആയത് നോക്കുക. ഓൺ 31st December, that means after 1 month, the contract is entered on 1st December, am I right? But on 31st December, when he closed his books, the exchange rate was $1 47.15. അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന ഇവിടെ 31st Decemberല്ല, മാർച്ചിലല്ല, 31st Decemberല്ല. അന്നത്തെ റേറ്റ് 47.15 അന്ന് നമ്മൾ ഇതിനെ ഏത് കോൺട്രാക്ട് ആണെങ്കിൽ അന്നത്തെ റേറ്റിലേക്ക് അത് കൺവേർട്ട് ചെയ്യുമെന്നല്ലാണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാനായിട്ടില്ല. Then on 31st January he decided to sell the contract at 47.18 per dollar. So on 31st January, എന്ന് പറഞ്ഞാൽ after 2 months he decided to sell the contract. Contract period is 3 months. So after 2 months he decided to sell the contract 47.18 per dollar. So the price is increased 47.18. അതിൽ എടുത്തോളാം എന്ന് പറഞ്ഞ റേറ്റ് 47.10.
വില കൂടിയെന്ന് കണ്ടപ്പോൾ ആ കോൺട്രാക്ട് അയാൾ വിറ്റു. 47 രൂപ 18 പൈസ വെച്ച് വിറ്റു. ഷോ ദ നെറ്റ് പ്രോഫിറ്റ്സ്. ഷോ ദ പ്രോഫിറ്റ്സ് ഓഫ് ദ കോൺട്രാക്ട് വിൽ ബി റിക്കഗ്നൈസ്ഡ് ഇൻ ദ ബുക്സ്. So that I am going to read the answer. Since the forward contract was for speculation purpose. അതെങ്ങനെ മനസ്സിലായി? Before completing the contract period, the parties sell the contract to another person. Am I right? So since the forward contract for speculation purpose, the premium on contract, the difference between the spot rate and contract rate will not be recorded in the books. Only when the contract is sold, underline that, only when the contract is sold, the difference between the contract rate and sale rate will be recorded in the P&L account. നിങ്ങൾ ആൻസർ എഴുതുന്നതിലാണ് മാർക്ക് കിട്ടുക. അതുകൊണ്ട് ഞാൻ ഇവിടെ 20,000 ചാർജ് ചെയ്തു 31st March 2011 എന്ന് പറഞ്ഞു. ബാലൻസ് 10,000 ഷുഡ് ബി ചാർജ് ഇൻ ദ നെക്സ്റ്റ് അക്കൗണ്ടിംഗ് ഇയർ, ദാറ്റ് ഓൺ 31st March 2012 10,000 എന്ന് എഴുതണം ആൻസർ അത് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ. അതുപോലെ തന്നെ ഇവിടെ എൻട്രി ചെയ്യുമ്പോൾ only when the contract is sold, the difference between contract rate is 47.10 and the selling rate is 47.18 will be recorded in the P&L account. You know, you will get 47.18, but your contract rate is 47.10, so you got a premium on this contract. Here premium means profit on contract. That is 0.08. For $1 lakh that comes to 8,000, that is the total profit recognized to the profit and loss account. That is the total profit recognized to the profit and loss account. Okay, ഇനി നമുക്ക് ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 11ൽ പഠിച്ച സമ്മുകളിലേക്ക് നമുക്ക് വരാം. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തിന് സമ്മായിട്ട് വരാവുന്നത് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം 2-3 കണക്ക് ചെയ്യിപ്പിച്ചു ആദ്യ ക്ലാസ്സിൽ. ഇനി നമുക്ക് ഇന്ന് പൂർണ്ണമായും ഇൻക്ലൂഡിംഗ് ഫോർവേഡ് കോൺട്രാക്റ്റും ഒക്കെ ഉള്ള കണക്കുകളിലേക്ക് വരാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് ലോങ് ടേം നോൺ മോണിറ്ററി ഐറ്റംസ് വന്നാൽ, ലോങ് ടേം മോണിറ്ററി ഐറ്റംസ് വന്നാൽ, ഇഫ് long term monetary assets long term monetary items, suppose it is borrowings, long term borrowings, അതാണ് monetary എന്ന് പറഞ്ഞാൽ money held, no change in the value of asset. Borrowings is an example of monetary asset. If it is long term, that means more than 1 year. If anything borrowed more than 1 year, it is a long term monetary borrowing. അത് ഡിപ്രീസിയബിൾ അസറ്റിനാണ് എങ്കിൽ ഒരു അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ്, അതല്ല മറ്റ് അസറ്റ്സിന് വാങ്ങിക്കുന്നതിനാണെങ്കിൽ, അതർ അസറ്റ്സിനാണെങ്കിൽ മറ്റൊരു രീതിയിലാണ് ഡീൽ ചെയ്യുന്നത്. ആസ് പെർ അക്കോർഡിംഗ് സ്റ്റാൻഡേർഡ് 46A നോൺ ഡിപ്രീസിയബിൾ അസറ്റ് ആണെങ്കിൽ അത് ഫോറിൻ കറൻസി മോണിറ്ററി ഐറ്റംസ് ട്രാൻസ്ലേഷൻ ഡിഫറൻസ് അക്കൗണ്ട്സ് എന്ന അക്കൗണ്ടിലേക്ക് മാറ്റി അതിൽ നിന്ന് അമോർട്ടൈസ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു തന്നിരുന്നു. അതേ സമയത്ത് അസറ്റ് അക്വയർ ചെയ്യാനാണ് ബോറോ ചെയ്തിരിക്കുന്നതെങ്കിൽ എനി ചേഞ്ച് ഇൻ ദ ഡിഫറൻസ്, എനി ചേഞ്ച് ഇൻ എക്സ്ചേഞ്ച് ഡിഫറൻസ്, that is added or deducted from the value of asset and depreciation is calculated accordingly. ഇതാണ് ഞാൻ പറഞ്ഞു തന്ന് പഠിപ്പിച്ചത്. അപ്പം അസറ്റിന്റെ വാല്യൂ കൂടുന്നത് എപ്പോഴായിരിക്കും? എക്സ്ചേഞ്ച് ലോസ് വരുമ്പോൾ. അസറ്റിന്റെ വാല്യൂ കുറയുന്നത് എപ്പോഴായിരിക്കും? എക്സ്ചേഞ്ച് ഗെയിൻ വരുമ്പോൾ. ഇതാ നമ്മുടെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 46A ആപ്ലിക്കബിൾ ആയി കഴിഞ്ഞ് ഇപ്പോൾ ചെയ്യുന്ന രീതി ഇതാണ്. നേരത്തെ അനുസരിച്ചാണെങ്കിൽ എക്സ്ചേഞ്ച് ഗെയിൻ നമുക്ക് P&L അക്കൗണ്ടിലേക്ക് മാറ്റാമായിരുന്നു. പക്ഷെ ഇവിടെ അതിന് പകരമാണ് ഇപ്പോൾ ഈ പുതിയ രീതിയിലേക്ക് വരുന്നത്. അപ്പൊ ഇതിനെ ബേസ് ചെയ്യുന്ന കണക്കുകളിലേക്ക് ഞാൻ വരികയാണ്. ഇതിനെ ബേസ് ചെയ്യുന്ന സമ്മിലേക്ക് വരുമ്പോൾ റൈറ്റ് വൺ ക്വസ്റ്റ്യൻ. നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ഇതിനെ ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഇല്ലാത്ത കൊണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതാൻ എടുക്കണം. ഞാൻ ഐ വിൽ dictate this question now. So please write this question. SH Limited on 1st April 2012, SH Limited on 1st April 2012 borrowed US dollar 9 crore
$9 കോടി വാങ്ങിച്ചു. Borrowed, ലോൺ എടുക്കുക ചെയ്ത് 9 crore. Funds were used for acquiring other than depreciable capital assets. Underline that. ഞാൻ ഇതേ കണക്ക് തന്നെ ഡിപ്രീസിയബിൾ അസറ്റിനെ ചെയ്യിപ്പിക്കും. അപ്പോൾ അതർ ദാൻ എന്നുള്ളത് വെട്ടിക്കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ പൂർണ്ണമാവും. അതർ ദാൻ ഡിപ്രീസിയബിൾ അസറ്റ്, the loan carries an interest rate at 3%. Loan carries interest rate at 3%. The exchange rate on the date of borrowing, $1 is equal to rupees 50. $1 is equal to rupees 50. The subsequent exchange rate, underline, അല്ലെങ്കിൽ semicolon ഇടുക. The subsequent exchange rate, semicolon, on 31/3/2013, $1 is equal to rupees 51. $1 is equal to rupees 51. 31/3/2014, $1 is equal to 49. $1 is equal to 49. And 2015, $1 is equal to 48. $1 is equal to 48. Past journal entries, assuming the company follows, paragraph 46A asks, paragraph 46A of Accounting Standard 11. Paragraph 46A of Accounting Standard 11. So, total amount borrowed is 9 crore. Figures in crores, 9 crores. The exchange rate as on the date of borrowing is 50. Then 31/3/2013. After 1 year, the rate comes to 51. Then again 14. It reduced it to 49. Again it is reduced to 48. First increased, then decreased. Non-depreciable asset on the exchange difference is transferred to which account? Foreign currency, translation items, foreign monetary items, translation accounting difference. FCMITDA, foreign currency monetary items, translation difference അക്കൗണ്ടിലേക്ക് മാറ്റി യൂസ്ഫുൾ ലൈഫിന് അമോർട്ടൈസ് ചെയ്യുമെന്നാണ്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാ ചെയ്യുന്നതെന്ന്. സോ നിങ്ങൾ എഴുതേണ്ട കോളംസ് year ended, then opening balance in FCMITDA, foreign currency monetary item translation difference account. Then അടുത്തത് exchange loss or gain, exchange loss or gain. Next, total, then amount recognized in P&L account, in P&L account, closing balance in FCMITDA. So write year ended, opening balance in FCMITDA, exchange loss or gain, total amount recognized in P&L account, closing balance in FCMITDA. ഓക്കെ, നമുക്ക് നോക്കാം, കണക്കിലേക്ക് വരാം. ഓപ്പണിംഗ് ഡേറ്റിൽ
നമ്മളെ സംബന്ധിച്ചോളം 9 crore ബോറോവിങ്സ് ഉണ്ട്. നമ്മൾ എക്സ്ചേഞ്ച് ഡിഫറൻസ് എഴുതുമ്പോൾ ഫസ്റ്റ് ഡേറ്റ് എന്നായിരിക്കും ഇയർ എൻഡഡ് 31/3, ഡേറ്റ് 31/3/2013. 2013, am I right? 2013 എക്സ്ചേഞ്ച് ഡിഫറൻസ് ഉണ്ട്. പക്ഷെ നമ്മുടെ FCMITDAയിൽ ഒരു ബാലൻസ് പോലും ഇല്ല അന്ന്. സോ FCMITDയുടെ ബാലൻസ് നിൽ. എക്സ്ചേഞ്ച് ലോസ് ആണോ ഗെയിൻ ആണോ വന്ന് നോക്കുക. Here the value increased by 1. എക്സ്ചേഞ്ച് ഗെയിൻ ആണ് വന്നത്. am I right? എക്സ്ചേഞ്ച് ഗെയിൻ വന്നാലത്തെ കുഴപ്പം നമുക്ക് നഷ്ടമാണ്. കാരണം ബോറോയിങ്സ് ആണ്. $50 പകരം ഒരു 50 രൂപയ്ക്ക് പകരം 51 രൂപ കൊടുക്കണം ഒരു ഡോളറിന്. It's a loss. am I right? So the loss comes to 9. Exchange loss. ബ്രാക്കറ്റ് ഞാൻ എഴുതിയേക്കാം ലോസ്. എക്സ്ചേഞ്ച് ലോസ് വന്നു. ഓക്കെ, അപ്പൊ ടോട്ടൽ എത്ര വന്നു? 9. എത്ര വർഷത്തേക്കാണ് ഇനി ലോൺ ഉള്ളത്? 3 years. അപ്പൊ റിക്കഗ്നൈസ്ഡ് ഇൻ P&L അക്കൗണ്ട് എഴുതേണ്ടത് 9 divided by 3. am I right? That comes to 3. അപ്പൊ ബാലൻസ് എത്ര വന്നു? 6. ലോസ് ആയതുകൊണ്ട് ഞാൻ ബ്രാക്കറ്റ് സൈൻ ഇടുവാണ്. FCMITDAയില് ലോസ് ബ്രാക്കറ്റ് സൈൻ ഇട്ടിരിക്കുകയാണ്. ഓക്കെ, this is loss. Total loss is 9. Now it is 6. 3 is recognized to the P&L account. P&L അക്കൗണ്ടിലേക്ക് നമ്മൾ മാറ്റി. ഓക്കെ, P&L അക്കൗണ്ടിലേക്ക് നമ്മൾ എത്ര രൂപ മാറ്റി? 3 rupees. P&L അക്കൗണ്ടിലേക്ക് നമ്മൾ മാറ്റി. FCMITDAയിലുള്ള ബാലൻസ് 3 rupees നമ്മൾ മാറ്റി. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് 31/3/2014. ഇപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് എത്രയാ? 6. Here the value is decreased. It's a gain. അപ്പോൾ എത്ര രൂപയുടെ ഡിഫറൻസ്? 2 ഇന്ത്യൻ കറൻസിയിലെ 2 രൂപയുടെ ഡിഫറൻസ് into 9 crores എത്ര വരും? 18 crores പ്രോഫിറ്റ് ആണ്. അപ്പൊ ഇത് ഏത് ബാലൻസ് വരും? നമ്മുടെ FCMITD കൂടണം. അപ്പൊ എത്ര വരും? FCMITDയിലെ 6 - 18 ടോട്ടൽ ബാലൻസ് എത്ര വരും? 12 വരും. Then 12നെ നമ്മൾ ഡിവൈഡ് ചെയ്യണം 2 years കൊണ്ട്. അപ്പൊ എത്ര വരും? 6 റൈറ്റ് ഓഫ് ചെയ്യണം. ബാക്കി ബാലൻസ് എത്രയാ? 12ന് 6 പോയാൽ ബാക്കി 6. ഇത് ക്രെഡിറ്റ് ബാലൻസ് ആ വരുന്നത്. Then 31/3/2015. Here the opening balance is 6. MCITDAയില് ക്രെഡിറ്റ് 6 ഉണ്ട്. ലോസ് വരുന്നു എത്ര ക്രോസ്? അന്നത്തെ എക്സ്ചേഞ്ച് 48. 49 ന്ന് 48 ആയി. 1 crore into 9 crore ലോസ് വന്നു. am I right? 9 crore ലോസ് വന്നു. ശരിയല്ലേ? അപ്പൊ ബാലൻസ് എത്രയായിട്ട് മാറും? 9 crore ലോസ് വന്നു. ലോസ് ആണോ? സോറി, ഗെയിൻ ആ വന്നത്. yes, gain. So that comes to 15. Then 15 into ഒറ്റ വർഷമേ ഉള്ളൂ. 3 years. 15 into 1 year എത്ര വരും? 15. The closing balance nil. തേർഡ് ഇയറിൽ നമ്മൾ എന്ത് ചെയ്യും? ലോൺ ബോറോ ചെയ്തത് റേറ്റ് ഓഫ് ചെയ്യും. ഈ ചാർട്ട് മനസ്സിലാക്കി എടുക്കുക. എന്താ പറഞ്ഞിരുന്നത്? The exchange difference is transferred to FCMITDA. ആ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ട് അതിൽ നിന്നും നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യണം. ഒന്നുകിൽ either to P&L account, debit or credit, as the case may be. ഇവിടെ രണ്ടും വരുന്ന കണക്കാണ് ഞാൻ ഇട്ടത്, അത് മനസ്സിലാക്കാൻ തന്നെ. Now you write journal entries, date, particulars, debit, credit. Draw the line. Date, particulars, debit, credit. റെഡി ആവും? ജേർണൽ വരയ്ക്കൂ. ജേർണൽ എൻട്രി എഴുതാൻ പറഞ്ഞാൽ ജേർണൽ വരച്ചിരിക്കണം. നരേഷൻ ഹോംവർക്ക്. ഓക്കെ, ഡേറ്റ്, particulars, debit, credit. റെഡി ആയോ? ഫസ്റ്റ് ഡേറ്റ് എന്നോ ലോൺ ബോറോ ചെയ്ത ഡേറ്റ്, ദാറ്റ് ഈസ് ലോൺ ബോറോഡ് ഓൺ 1st April 2012, right? 1st April 2012. When loan borrowed, what will be your entry? In crores ന്ന് എഴുതിയേക്കണം. എമൗണ്ട് കോളത്തിൽ in crores ന്ന് എഴുതിയേക്കണം. 9 crore US ഡോളർ വാങ്ങിയത്. അന്നത്തെ റേറ്റ് എത്രയാ? 50 rupees ഇന്ത്യൻ റുപ്പീസിൽ. അപ്പൊ 9 crore into 50, 450 crores വരും. am I right? 450 കോടി രൂപ ലോണാ വാങ്ങിച്ചിരിക്കുന്നത്.
ചെറിയ ബിസിനസ് ഒന്നും അല്ല കേട്ടോ. 450 കോടി രൂപയുടെ ലോൺ എടുത്തു. എൻട്രി വെൻ ലോൺ ടേക്കൺ വാട്ട് വിൽ ബി ദ എൻട്രി അറിയാമോ? ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഫോറിൻ കറൻസി ബോറോയിങ്സ്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ബോറോയിങ്സ് ചുരുക്കി എഴുതാൻ വേണ്ടി ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഫോറിൻ കറൻസി ബോറോയിങ്സ് എന്നുള്ളതിന് പകരം ഞാൻ ബോറോയിങ്സ് എന്നാക്കിയതേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടം, FC ബോറോയിങ്സ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഫോറിൻ കറൻസി ബോറോയിങ്സ്. ഹൗ മച്ച്? 450. Correct? 450. Then 31st March 2013 year end. 31st March 2013. Ready? Right. നമ്മൾ എത്ര രൂപയാണ് MCITD മാറ്റുന്നത്? 9 crores. Am I right? ഈ 9 crores FCMITD മാറ്റുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ബോറോയിങ്സ് കൂടുകയോ കുറയുമോ? എക്സ്ചേഞ്ച് ലോസ് ആയിരുന്നോ ഗെയിൻ ആയിരുന്നോ? 50-51 ആയി. എക്സ്ചേഞ്ച് ലോസ് ആണ് വരുന്നത്. ലോസ് വരുമ്പോൾ ബോറോയിങ്സ് കൂടണ്ടേ? 1 രൂപ കൂടിയെന്ന് പറയുമ്പോൾ 1 into 9 crores. 9 crores ലോൺ amount is increased. Am I right? 450 കോടിയിൽ നിന്ന് 459 കോടിയിലേക്ക് മാറി ബോറോയിങ്സ്. ബോറോയിങ്സ് കൂടി. Am I right? 46A നോൺ ഡിപ്രീസിയബിൾ അസറ്റിനെ പറ്റിയാണ് പഠിപ്പിക്കുന്നത്. ഡിപ്രീസിയബിൾ അസറ്റ് ആയിരുന്നെങ്കിൽ നമ്മൾ ഇത് അസറ്റിന്റെ വാല്യൂവിലേക്ക് കൂട്ടിയേനെ. ഇവിടെ അസറ്റിന്റെ വാല്യൂവിലേക്കല്ല, അതിന് പകരം ഫോറിൻ കറൻസി മോണിറ്ററി ഐറ്റംസ് ട്രാൻസ്ലേഷൻ ഡിഫറൻസ് അക്കൗണ്ടിലേക്കാണ് മാറ്റുന്നത്. അപ്പൊ FCTDIയിലേക്ക് എത്ര രൂപ വരണം? 9 രൂപ വരണം. ബോറോയിങ്സ് എത്ര കൂടണം? 9 രൂപ. ബോറോയിങ്സ് ഏത് ബാലൻസ്? ക്രെഡിറ്റ് ബാലൻസ്. ബോറോയിങ്സ് കൂടണമെങ്കിൽ എന്ത് ചെയ്യണം? ബോറോയിങ്സ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. Which account is to be debited? FCMITDA account debit ചെയ്യണം. So write the entry. FCMITDA debtor 9 crores to borrowings account 9 crores. To borrowings account 9 crores. Now our borrowings is increased by 9 crores. ആ 9 crores നമ്മൾ എങ്ങോട്ട് മാറ്റി? FCMITDA മാറ്റി. FCMITDയിൽ നിന്ന് എങ്ങോട്ട് മാറ്റണം? ചാർജ് ഓവർ ടു P&L അക്കൗണ്ട്. നേരത്തെ നമ്മൾ എക്സ്ചേഞ്ച് ഡിഫറൻസ് ഡയറക്ട്ലി P&L അക്കൗണ്ടിലേക്ക് മാറ്റുക ചെയ്തുകൊണ്ടിരുന്നത് ഈ 46A വരുന്നതിന് മുമ്പ്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ അമോർട്ടൈസ് ചെയ്യണം. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. ഓക്കെ, അപ്പൊ എത്ര വരും? 9 crore ഡിവൈഡഡ് ബൈ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 3 crores amount recognized in P&L account. Is it loss? Yes. അപ്പൊ എൻട്രി ഇങ്ങനെ വരും. P&L account debted to FCMITDA. P&L account debted to FCMITDA 3 crores. P&L account debted to FCMITDA 3 crores. Okay. Now 2014. Again 2014. In 2014 exchange gain വന്നു 18 crores. എക്സ്ചേഞ്ച് ഗെയിൻ വരുമ്പോൾ ബോറോയിങ്സ് കുറയും. FCMITD അക്കൗണ്ട് ബാലൻസ് മാത്രം വരും, ക്രെഡിറ്റ് ബാലൻസിലേക്ക് വരും. സോ ദ എൻട്രി കംസ് ടു ബോറോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ. ബോറോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ. ബോറോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ. ആ ഡേറ്റിലാണ് നമ്മൾ സെറ്റിൽ ചെയ്യുന്നെങ്കിൽ നമ്മൾ 18 കോടി രൂപ കുറച്ച് കൊടുത്താൽ മതി. MC borrowings account debtor 18 crores to FCMITDA 18 crores. Borrowings account debtor 18 crores to FCMITDA 18 crores. Right? അടുത്ത എൻട്രി എങ്ങനെ വരും? MCMITDA debtor to P&L account. FCMITDA debtor to P&L account 6. ഇത് നമ്മുടെ ഗെയിൻ ആണ്. P&L അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. മനസ്സിലായി? നമ്മുടെ വാല്യൂ, ടോട്ടൽ വാല്യൂ കംസ് ടു 12 ഡൗൺ. 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 6 രൂപ MCMITD അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിപ്പോൾ ഉള്ളത്. അപ്പൊ അത് കുറയണം. അതുകൊണ്ടാണ് MCITDA ഡെറ്റഡ് ടു P&L അക്കൗണ്ട് 6. ആലോചിക്കണേ, ചിന്തിച്ച് മനസ്സിലാക്കി വേണം ചെയ്യാൻ. MCITDA ഡെറ്റഡ് ടു P&L അക്കൗണ്ട്. അല്ലാണ്ട് എല്ലാ വർഷവും P&L ഡെറ്റഡ് ടു MCITDA എന്നായിരിക്കില്ല. ബാലൻസ് നോക്കി വേണം നമ്മൾ ചെയ്യാൻ. ടോട്ടൽ ബാലൻസ് ഇവിടെ പോസിറ്റീവ് ആണ്. അപ്പൊ ഈ 6 രൂപ നമ്മൾ P&L അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് ഇയറിലേക്ക് വരാം. 31st March 2015. So borrowings is again reduced by 9 crores. Am I right? Yes.
So the entry borrowings account debtor to FCMI TDA. FCMI TDA. FCMI TDA. How much? 9 crores. 9 crores. 9 crores. Again, MCMI TDA debtor to P&L account. MCI TDA debtor to P&L account. ഇപ്പോൾ എത്രയാ MCMI TDA ഉള്ള ബാലൻസ്? 15. ആ entire 15 നമ്മൾ എന്ത് ചെയ്തു കളഞ്ഞു? Closed it to P&L account. MCMI TDA debtor to P&L account. No balance in MCI TDA. Okay. Then അടുത്ത entry borrowings account debtor to bank. Borrowings account debtor to bank. നിങ്ങൾ നോക്കുക ബോറോയിങ്സ് അക്കൗണ്ടിൽ എത്രയായിരിക്കും ബാലൻസ് നോക്കുക. ആദ്യമേ 450 ആയിരുന്നു. am I right? 450 അത് എത്ര കൂടിയായിരുന്നു? 9 crores മൈനസ് 8 കുറഞ്ഞത് എത്ര? 18. വീണ്ടും എത്ര കുറഞ്ഞു? 9. So that comes to 432. am I right? So the balance in borrowings is now 432. Settlement date അത് കൊടുക്കണം. Entry borrowings account debtor to bank 432 crores. Borrowings account debtor to bank 432 crores. 432 crores. Correct? മനസ്സിലായല്ലോ? ഇപ്പൊ MCMI TDA എന്താണെന്നും അതിൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നും. MCMI TDA എപ്പോഴാ വരുക? ലോങ് ടൈം മോണിറ്ററി ബോറോയിങ്സ് നടത്തി. അത് എന്തിനു വേണ്ടി വാങ്ങിച്ചു? നോൺ ഡിപ്രീസിയബിൾ അസറ്റിന് വേണ്ടി വാങ്ങിച്ചു. ഇനി how will you treat it if loan borrowed is for depreciable asset? ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഡിപ്രീസിയബിൾ അസറ്റിന് വേണ്ടിയാണെങ്കിൽ സോ റൈറ്റ് കമ്പനി ഹാവിംഗ് സെയിം ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്തായിരിക്കും വരുന്നത്? if company borrowed for depreciable asset having a life of 5 years and depreciation is charged on straight line method. നിങ്ങൾ ഇൻട്രസ്റ്റിന്റെ എൻട്രി എഴുതണ്ട എന്നൊരു സെന്റൻസ് ഉണ്ട്. ഞാനത് എക്സ്ക്ലൂഡ് ചെയ്താൽ പോയത്. അത്രയും ഡീപ്പായിട്ടൊന്നും നമുക്ക് വരികയില്ല. അതുകൊണ്ടാണ് ജേർണൽ എൻട്രീസ് ഫോർ ഇൻട്രസ്റ്റ് ഈസ് നോട്ട് റിക്വയർഡ്. ഓക്കെ. ഇതിപ്പോ ഡിപ്രീസിബിൾ അസറ്റിനാണെങ്കിൽ എന്താ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ചാപ്റ്ററിലൂടെ ഇതുപോലെ തന്നെ മനസ്സിലാക്കി തരേണ്ടതായിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു ചാപ്റ്റർ വരയ്ക്കണം. അവിടെ നമുക്ക് ലൈഫ് ടൈം ഓഫ് ദി അസറ്റ് ഈസ് 5 years ആണ്. ലോൺ റീപേ ചെയ്യേണ്ടത് 3 years തന്നെയാണ്. പക്ഷെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കണം. ഞാൻ ഇന്നലെ ഇതിന്റെ നോട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഇവിടെ എഴുതേണ്ട വാല്യൂ opening balance sheet value of asset, additions to asset, exchange gain or loss, exchange loss or gain. ഞാൻ ഗെയിൻ വന്നാൽ ബ്രാക്കറ്റ് സൈൻ ഇട്ടേക്കാം. ഗെയിൻ അപ്പോൾ അസറ്റിന്റെ വാല്യൂവിൽ നിന്ന് കുറച്ച് കാണിക്കണം. ഗെയിൻ വന്നാൽ അഡ്ജസ്റ്റഡ് വാല്യൂ ഡിപ്രീസിയേഷൻ then closing balance of asset, closing balance sheet value of asset, 31.3 nil. Opening balance sheet value of asset nil. Addition to asset ഉണ്ട്. എത്ര കോടി രൂപയാണ് നമ്മൾ വാങ്ങിയത് അസറ്റിന് വേണ്ടി? 9 crores into 50. 9 crores into 50. am I right? 450 crores. Year endil 31st March 2013 നമ്മൾ 450 ഇവിടെ ഈ ഓപ്പണിംഗ് വാല്യൂ നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ അഡീഷൻസ് എന്നുള്ള കോളം കളഞ്ഞിട്ട് ഇതിലോട്ട് തന്നെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഒറ്റ കോളമായിട്ട് വേണമെങ്കിൽ ഇതിനെ കൺവേർട്ട് ചെയ്യാം. മനസ്സിലായി? ഞാൻ പ്രീവിയസ് അസറ്റ് ഒന്നും ഇല്ല എന്നുള്ള മീനിങ്ങിലാണ് അങ്ങനെ ഒരു അഡീഷൻസ് ടു അസറ്റ് എന്നുള്ള ഒരു കോളം ഞാൻ ചേർത്തന്നേ ഉള്ളൂ. 450. ഇതിന്റെ എക്സ്ചേഞ്ച് ഗെയിൻ ആയിരുന്നോ ലോസ് ആയിരുന്നോ? എക്സ്ചേഞ്ച് ലോസ് വന്നാൽ ആഡഡ് ടു ദ വാല്യൂ ഓഫ് അസറ്റ് 459.
ലോസ് വന്നാൽ വാല്യൂ ആഡ് ചെയ്യണം, ഗെയിൻ വന്നാൽ അസറ്റിന്റെ വാല്യൂവിൽ നിന്ന് കുറയ്ക്കണം. ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുമ്പോൾ 459 ഡിവൈഡഡ് ബൈ 5 ഇയേഴ്സ്, 5 ഇയേഴ്സ് അപ്രോക്സിമേറ്റ്ലി എടുത്താൽ മതി 92 എന്ന് വരും. നിങ്ങൾ നോക്കുക, പോയിന്റിൽ ഡിഫറൻസ് വരും, ഞാൻ ഇത് കറക്റ്റ് ചെയ്താൽ എടുത്തിരിക്കുന്നത്. സോ ദ ബാലൻസ് കംസ് ടു 367. Then again opening value 367, additions ഒന്നുമില്ല. Then exchange gain 18, അപ്പോൾ value of asset is reduced by 18. അപ്പോൾ എത്ര വരുമെന്ന് നോക്കണം. 367 നിന്ന് 18 പോയാൽ 349. Then 349 divided by 4 years, that comes to 84. നോക്കുക, 349 divided by how many years? 4 years divided by 4 years, that comes to 87.25. 87 349 നിന്ന് 87 പോയാൽ എത്ര വരുമെന്ന് നോക്കണം. 349 നിന്ന് 87 പോയാൽ 262. That is the opening value, 262. Zero additions. Exchange gain ആണ് വീണ്ടും again value of the asset is decreased. 269 പോയാൽ 253 divided by 3 years. 84 something കിട്ടും. ഞാൻ 84 എന്ന് എഴുതി, ബാലൻസ് എത്ര എഴുതി? 169. 31/3/2014. 169. Am I right? 169. 0. No exchange gain or loss. എത്ര തന്നെ വരും? 169 divided by 2 years, that comes to 85 എന്ന് ഞാൻ എടുത്തു, ബാലൻസ് 84. മനസ്സിലാക്കുക, ഇവിടെ ലോൺ എമൗണ്ട് ഇല്ല. 31/3/2015 ലോൺ എമൗണ്ട് റീപേ ചെയ്തു. So there is no difference, exchange difference. Am I right? Then 31/3/2015 value of the asset is 84. 0. ഇവിടെ 84 is the balance. 84 divided by 1 year, that comes to 84. ഇവിടെ 0, value 0. Am I right? So this is the chart. ഇനി നമുക്ക് എൻട്രിയിലേക്ക് വരാം. റൈറ്റ്, ജേണൽ എൻട്രീസ്. ഈ ചാർട്ട് എഴുതിയെടുത്തതിന് ശേഷം, മനസ്സിലാക്കി എഴുതിയെടുത്തതിന് ശേഷം, റൈറ്റ്, ജേണൽ എൻട്രീസ്. Right, journal entries. Date, particulars, amount, rupees in crores. Date, particulars, debit, credit, amount in crores. First entry, fixed asset debtor to borrowings. അതെന്താ അങ്ങനെ ഒരു എൻട്രി വന്നതെന്ന് അറിയണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് എൻട്രി നോക്കുക. ഫസ്റ്റ് യു ബോറോഡ് ലോൺ, എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ബോറോയിങ്സ്. Am I right? Then you borrowed amount is paid for acquiring the fixed asset. Am I right? So what is the entry? Fixed asset account debted to bank. When combine these two entries, your account fixed asset debited and borrowings account is credited. Am I right? So the first entry on 1st April 2012 comes to fixed asset debted to borrowings 450 crores. Correct? 450 crores. Then 31/3/2013 അസറ്റിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തു. ഹൗ മച്ച്? 9. ലോണിന്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്തു 9 crores. Am I right? അസറ്റിന്റെ വാല്യൂ കൂടി, അതുപോലെ ബോറോയിങ്സിന്റെ വാല്യൂ കൂടി. എക്സ്ചേഞ്ച് ഡിഫറൻസ് ലോസ് ആവുന്നത്. ലോസ് വരുമ്പോൾ വാല്യൂ കൂടും. മനസ്സിലായോ? Am I right? So the entry, fixed asset debted to borrowing, how much? 9 crores. Fixed asset debted to borrowings 9 crores. Then the first entry 31/3/2013 asset value is increased and the loan amount is also increased. Second entry, depreciation account debted to fixed asset 92. Depreciation account debted to fixed asset 92. All of you know depreciation is charged over to P&L account. So the entry is P&L account debted to depreciation 92. P&L account debted to depreciation 92. P&L account debted to depreciation 92.
correct? P&L account debtor to depreciation 92. Then again, right, 31/3/2014, 31/3/2014 entry, borrowings account debtor to fixed asset. Borrowings account debtor to fixed asset. Why this entry is passed? Because borrowing amount is reduced by 18 because due to the exchange gain. Am I right? And the asset value is also decreased by 18. So the entry is borrowings account debtor to fixed asset 18. Second entry, depreciation account debtor to fixed asset 87. Depreciation account debtor to fixed asset 87. P&L account debtor to depreciation 87. P&L account debtor to depreciation 87. Then 31/3/2015. Again you write borrowings account debtor to fixed asset. Enchiri speed kuttuva. Borrowings account debtor to fixed asset 9. Depreciation account debtor to fixed asset 84. Then one more entry. What is it? Borrowings account debtor to bank. Borrowings account debtor to bank in the third year end, the borrowings is repaid at 432. 432. Borrowings account debtor to bank 432. In the fourth year, two entries only. Eda entry. Depreciation account debtor to fixed asset. How much? 85. 85. P&L account debtor to depreciation 85. And the last year also two entries. Depreciation account debtor to fixed asset 84. P&L account debtor to depreciation 84. Am I right? So that's all about MCMI TDA. FCMI TDA എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. FCMI TDA എപ്പോഴാ വരുക? ലോങ് ടേം മോണിറ്ററി ബോറോയിങ്സ് വന്നു, അത് ഡിപ്രീസിയബിൾ അസറ്റ് അല്ലാത്തതിനെ വാങ്ങിച്ചാലാണ് ഈ പ്രയോഗം നടത്തുക. അതല്ല ഡിപ്രീസിയബിൾ അസറ്റിനാണെങ്കിൽ എക്സ്ചേഞ്ച് ഗെയിൻ ഓർ ലോസ് ഈസ് ആഡഡ് ഓർ ഡിഡക്റ്റഡ്. ഇഫ് ഇറ്റ് ഈസ് ഗെയിൻ it is deducted from the value of asset. If it is loss, it is added to the value of asset, and depreciation is amortized over a period of life. ഇതിന്റെ ചെറിയ ചെറിയ കണക്കുകളായിരിക്കും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുക. ഉദാഹരണത്തിന് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിൽ പേജ് നമ്പർ 3.110, ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി ആ ക്വസ്റ്റ്യൻ എവിടെ വന്നാലും ചെയ്യാനുള്ള ആൻസർ നമുക്ക് കണ്ടുപിടിച്ച് വെക്കണം. സോ പ്ലീസ് റീഡ് ഇല്ലസ്ട്രേഷൻ 8. A Limited purchased the fixed asset costing 3,000 lakhs rupees, 3,000 lakhs on 1/1/2011. At the same was fully financed by foreign currency loan US dollars payable in 3 annual equal installments. So asset is purchased, so it is depreciable asset, and the loan is borrowed at the rate of exchange rate where $1 is equal to 40. So how many dollars you borrowed? Here it is given in lakhs, Indian currency 3,000 lakhs. So please write in foreign currency loan is equal to 3,000 divided by 40. Loan edutha date rate and 40, that comes to 75 lakhs US dollars. 75 lakhs US dollars. Am I right? 75 lakhs US dollars. Write first that. Now write dollars payable in 3 equal annual installment, exchange rate where $1 is 40 and 42.50 on 1/1/2011 and on 31/12/2011 respectively. First installment was paid. The entire difference in foreign exchange has been capitalized. You are required to state how this transaction would be accounted for. അപ്പോൾ എക്സ്ചേഞ്ച് ഡിഫറൻസ് വന്നത് 42.50 മാറി, വാല്യൂ കൂടി. എക്സ്ചേഞ്ച് ലോസ് ആണോ ഗെയിൻ ആണോ? 42.50 ആയി. 42.50 ആയി. അപ്പൊ എന്താ വരുന്നത് നോക്കുക. 42.50 ആയി എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ്ചേഞ്ച് ലോസ് വന്നു. ലോൺ കൊടുക്കേണ്ടത് 42.50 ലോൺ എമൗണ്ട് ആണ്. അപ്പം ലോസ് കൂടിയാൽ, എക്സ്ചേഞ്ച് ലോസ് വന്നാൽ അസറ്റിന്റെ വാല്യൂ കൂട്ടണ്ടേ? അസറ്റിന്റെ വാല്യൂ കൂട്ടിയിട്ട് എന്ത് ചെയ്യണം? റൈറ്റ് ഓഫ് ചെയ്യണം. എത്ര വർഷം കൊണ്ട്?
എത്ര വർഷത്തെ അസറ്റ് ആണെന്ന് നോക്കണം. ലൈഫ് ടൈം തന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇത് എന്ത് ചെയ്യണം? ക്യാപിറ്റലൈസ് ചെയ്യണം ഈ ലോസ്. എത്ര വരും ലോസ് വരും? 75 ഇൻറ്റു ഡിഫറൻസ്. സോ റൈറ്റ്, എക്സ്ചേഞ്ച് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ലോസ് ഈസ് ഈക്വൽ ടു 42.50 മൈനസ് 40. 42.50 മൈനസ് 40, 2.50. സോ ഫിഗേഴ്സ് ഇൻ ലാക്സ് വരുമ്പോൾ എത്ര വരും? 75 lakhs into, am I right? $75 $75 into 2.50. 2.50. That comes to 187.50 lakhs. Answer എങ്ങനെ എഴുതും? Therefore, entire loss due to exchange difference amounting to 187.50 lakhs should be charged to P&L account for the year. ഇവർ ഇത് P&L അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്യാനായിട്ട് ഇവിടെ ആൻസറിൽ പറഞ്ഞിരിക്കുന്നത് that is not the correct answer. നമ്മൾ 46A കൂടെ എഴുതണം. അപ്പോൾ പണ്ടത്തെ രീതി അനുസരിച്ച് the exchange difference is transferred to P&L account. That is correct. നിങ്ങൾ ആദ്യ പാരഗ്രാഫ് ഒന്ന് വായിച്ച് നോക്കണം. അത് എന്താണ് ചേഞ്ചസ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എന്നുള്ളതിനെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. This exchange difference arising on repayment of liabilities incurred for the purpose of acquiring fixed assets are recognized as income or expenses എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അതനുസരിച്ച് you can 187 point is the exchange difference that is charged over to P&L account. That is correct. But as per 46 point, as per accounting standard 46A, this rule is now changed. If this asset is acquired by borrowing a long-term monetary borrowings, then the exchange difference is adjusted to the value of asset. Not എന്താ അവിടെ തന്നിരിക്കുന്നത് നോക്കുക. The above answer has been given on the basis that company has not exercised the option of capitalization available under paragraph 46A of AS 11. That is relevant. അപ്പം നിങ്ങൾ പ്രത്യേകം ഈ നോട്ടുകൾ എഴുതണം. ഇതൊരു 1 year ക്വസ്റ്റ്യൻ ആണ്. നമ്മളിപ്പോൾ ചെയ്ത പോലെ 3 ഇയറിലും 5 ഇയറിലും സെറ്റിൽ ചെയ്യുന്ന കാര്യങ്ങളല്ല. പക്ഷേ ഇത് ലോങ് ടേം ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പോയിന്റ് എഴുതിയെടുക്കണം. നമ്മുടെ ഓപ്ഷനിൽ 46A എടുക്കാതെയാണ് ഞാൻ ഈ കണക്ക് ചെയ്തത്. ഈ 46A is applicable ആയാൽ അടുത്ത ലൈനിൽ, however, if the company opts to avail the benefit given in paragraph 46A, then nothing is recorded to be done since the company has done the correct treatment. Company എന്താ ചെയ്തിരിക്കുന്നത്? The entire difference in foreign exchange has been capitalized. They capitalized 187.50 to the value of asset. അതാണ് ക്വസ്റ്റ്യന്റെ ഏറ്റവും ലാസ്റ്റ് ലൈനിൽ തന്നത്. എന്നിട്ട് നമ്മളോട് പറയാ you are recorded to state how this transaction would be accounted for. So remember that company has an option to adopt 46A or not. If 46A is not adopted, then the entire exchange difference in year by year transferred to the P&L account itself. But if 46A is adopted, that means in case of long-term monetary items, the exchange difference, if it is for a depreciable asset, remember that, if it is for a depreciable asset, the exchange difference is, if it is loss added to the value of asset, if it is a gain deducted from the value of asset, and depreciation is calculated on straight line method over the useful life of the asset. Am I right? Then 46A ഒന്നുകൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. I am again telling you, if non-monetary borrowings is not for depreciable asset, then the exchange difference is transferred to foreign currency monetary items translation difference account, and it is amortized over the period of life of the borrowings. Okay, ഇത് വ്യക്തമായി കാണുമെന്ന് ഞാൻ വിചാരിക്കട്ടെ. ഇനി ഏത് ക്വസ്റ്റ്യൻ വന്നാലും ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതണം. ഇവിടെ ക്വസ്റ്റ്യനിൽ ഇവർ പറയുവാണ് ഞങ്ങൾ ഈ ബോറോയിങ്സ് ക്യാപിറ്റലൈസ് ചെയ്തു, ശരിയാണോ? 46A വരുന്നതിന് മുമ്പ് ചെയ്യുവാണെങ്കിൽ ശരിയല്ല, 46A വന്നതിന് ശേഷമാണെങ്കിൽ ശരിയാണ്. പക്ഷെ കമ്പനിക്ക് ഓപ്ഷൻ ആണ്. കമ്പനിക്ക് എന്ത് ചെയ്യാം? P&L അക്കൗണ്ടിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ക്യാപിറ്റലൈസ് ചെയ്യണമെങ്കിൽ ക്യാപിറ്റലൈസ് ചെയ്യാം. റിമെമ്പർ ദിസ് പോയിന്റ്, വളരെ വ്യക്തമായി ഓർത്തിരിക്കണം ഈ പോയിന്റ്. ഓക്കെ,
സോ ഇതാണ് നിങ്ങളുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റഡി മെറ്റീരിയൽ തന്നിരുന്നത്. ഇനി ഇലസ്ട്രേഷൻ 7 എടുക്കുക. A business having head office in Kolkata has a branch in UK. The following is the trial balance of branch. ട്രാൻസ്ലേഷൻ ആണ്. ഫോറിൻ ബ്രാഞ്ചിൽ ഞാൻ ഒരുപാട് കണക്കുകൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം മോണിറ്ററി അസറ്റും നോൺ മോണിറ്ററി അസറ്റ്സും. മോണിറ്ററി അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് വാല്യൂവിൽ വേണം എഴുതാൻ. നോൺ മോണിറ്ററി അസറ്റ്സിൽ ഫിക്സഡ് അസറ്റ് വാങ്ങിക്കുന്ന റേറ്റിൽ വേണം എഴുതാൻ. മനസ്സിലായോ? ബാക്കിയെല്ലാം ക്ലോസിംഗ് റേറ്റിൽ വേണം എഴുതാൻ. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് റവന്യൂ ഐറ്റംസ് വന്നാൽ ആവറേജ് റേറ്റിൽ വേണം എഴുതാൻ. റൈറ്റ്. ദെൻ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ആക്ച്വൽ വാല്യൂവിൽ വേണം എഴുതാൻ. നമുക്കൊന്ന് വെറുതെ എളുപ്പം ഓടിച്ചു പോകാം. മെഷീനറി പർച്ചേസ്ഡ് ഓൺ 1/4/2011. റേറ്റ് 1/4/2011 തന്നിട്ടുണ്ടോ നോക്കണം. ഉണ്ട്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റിലാണ്. ദിസ് ഈസ് എ നോൺ മോണിറ്ററി അസറ്റ് ഫോർ ടാഞ്ചിബിൾ അസറ്റ്. So the rate is 61 is to be used. 61 is to be used. 5,000 into 61. That comes to 3,05,000. Transaction date rate. ക്വസ്റ്റ്യനിൽ ആൻസർ തന്നിട്ടുണ്ട്, വളരെ വ്യക്തമായി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഡെറ്റേഴ്സ് മോണിറ്ററി ഐറ്റം ഏത് റേറ്റ്? ക്ലോസിംഗ് റേറ്റ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓപ്പണിംഗ് റേറ്റ്. ഗുഡ്സ് റിസീവ്ഡ് ഫ്രം ഹെഡ് ഓഫീസ് അക്കൗണ്ട്. അതിന്റെ അകത്ത് റിക്കാർഡഡ് ഇൻ ഹെഡ് ഓഫീസ് ബുക്സ് at 4,02,000. That is the actual value. So you have to debit 4,02,000. The actual value. Sales average rate. Purchases average rate. Wages average rate. Average rate is given. If average rate is not given, opening rate plus closing rate divided by 2. അതായിരിക്കും ആവറേജ് റേറ്റ് എന്ന് പറയുന്നത്. കേട്ടോ? ഓക്കെ. ഇവിടെ ആവറേജ് റേറ്റ് തന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കണം. ഓപ്പണിംഗ് റേറ്റ് പ്ലസ് ക്ലോസിംഗ് റേറ്റ് ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഈസ് ദ ആവറേജ് റേറ്റ്. Okay. Next. Salary കഴിഞ്ഞു. Cash. No monetary asset. Closing rate. Cash. Closing rate. Okay. Then remittance to head office. Head office has 1,91,000. Actual figure എഴുതണം. 1,91,000. Head office account recorded in head office books as 4,90,000. 7,400 പകരം 4,90,000 വേണം എഴുതാൻ. Creditors ഏത് റേറ്റിൽ എഴുതും? Monetary item. Closing rate. Closing stock. Closing rate. Depreciation calculate ചെയ്യണം. നമ്മൾ നോട്ടായിട്ട് എഴുതിയാൽ മതി. അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ് അല്ല പറഞ്ഞിരിക്കുന്നത്. അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് സ്റ്റോക്കും ഡിപ്രീസിയേഷനും കൂടെ ട്രയൽ ബാലൻസിലേക്ക് കയറ്റണം. ഇവിടെ അത് ചെയ്യേണ്ട. അങ്ങനെ ചേർത്താൽ ഡിപ്രീസിയേഷൻ ട്രയലിലോട്ട് വന്നാൽ അസറ്റിന്റെ വാല്യൂ റെഡ്യൂസ് ചെയ്യും. ഡിപ്രീസിയേഷൻ ടു അസറ്റ് എന്ന് വരും. അങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. വെറുതെ ട്രയലിന്റെ താഴെ നിങ്ങൾ ആ എമൗണ്ട് എഴുതിയാൽ മതി. Prepare trial balance after being converted into Indian rupees. Any difference arises, in that case, that exchange difference is charged off to the P&L account. If it is exchange loss, it is debited to P&L account. If it is exchange gain, it is credited to P&L account. Here the exchange difference comes to 20,200 in the debit side of the trial balance. That is exchange loss. It is charged off to P&L account. ഇതും കൂടെ നോട്ടായിട്ട് എഴുതി വെച്ചാൽ കേമമായി. എന്താ മനസ്സിലായോ? സോ ദാറ്റ് ക്വസ്റ്റ്യൻ ഈസ് ഓവർ. ഫോർവേഡ് കോൺട്രാക്ട് ഞാൻ ചെയ്യിപ്പിച്ചു. ബാക്കി എല്ലാ കണക്കും ഞാൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞതാണ്. ഇനി ഞാൻ ഒരു ക്വസ്റ്റ്യൻ തരാം. പ്ലീസ് റൈറ്റ് ദാറ്റ് ക്വസ്റ്റ്യൻ ഓൾസോ. അതും കൂടെ ചെയ്ത് നമുക്ക് നിർത്താം. റൈറ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ട്രേഡ് റെസീവബിൾ as on 31/3/2019. Trade receivable monetary item ആണോ non monetary item ആണോ? Trade receivable monetary item ആണ്. Trade receivable as on 31/3/2019 in the books of XY Limited include an amount of receivable from Umesh rupees 5 lakhs recorded at the prevailing exchange rate. The date of sale is prevailing exchange rate on the date of sale is, that is $1 is equal to rupees 58.50. $1 is equal to rupees 58.50.
then US dollar 1 is equal to 61.20 on 31/3/2019. 31/3/2019. 61.20. Explain briefly the accounting treatment. Explain briefly the accounting treatment. Explain briefly the accounting treatment. Accounting treatment needed in the case as per AS 11, as per AS 11, as on 31/3/2019, as on 31/3/2019, as on 31/3/2019. നിങ്ങൾ നോക്കേണ്ടത് ട്രേഡ് റെസീവബിൾ എന്ന് പറയുന്ന ഒരാൾ നമുക്ക് തരാനുള്ള എമൗണ്ട് മോണിറ്ററി അസെറ്റ് 5 lakhs ആണ്. ആ 5 lakhs എന്ന് പറയുന്നത് എത്ര ഡോളർ ആണെന്ന് നോക്കണം. അന്ന് US ഡോളർ 1 രൂപ എന്ന് പറഞ്ഞാൽ 58.50 ആണ്. റൈറ്റ്? അപ്പം 5 lakhs ഡിവൈഡഡ് ബൈ 58.50 എത്ര വരുമെന്ന് നോക്കുക. $8547. $8547. So right, debtors as per US dollar on 31/3/2019. Prevailing exchange rate include an amount of receivable of Umesh recorded at the prevailing rate on the date of sales. അല്ലെങ്കിൽ നിങ്ങൾ എഴുതാൻ മതി on the date of sales, on the date of sales, trade receivable, on the date of sales, trade receivables as per US dollar is equal to, trade receivable as per US dollar is equal to, as per US dollar is equal to 5 lakhs divided by rupees 5 lakhs divided by 58.50, that comes to $8547. $8547. $8547. ഓക്കെ, ഇപ്പൊ ക്ലോസിംഗ് ഡേറ്റിൽ എത്ര റേറ്റ്? 61.20 ആയ. സോ റൈറ്റ്, ആസ് ഓൺ 31/3/2019, on closing date, as on 31/3/2019, on closing date, the exchange rate is 61.20. 61.20. നമ്മുടെ ട്രേഡ് റിസീവബിൾ അസറ്റ് ആണ്. 30 വാല്യൂ കൂടുവാണോ കുറയുവാണോ ചെയ്തത്? എക്സ്ചേഞ്ച് റേറ്റ് കൂടുക ചെയ്തത്. ഇറ്റ്സ് എ ഗെയിൻ. ആം റൈറ്റ്? ഓക്കെ, അപ്പൊ എത്ര വരുന്നു? റൈറ്റ്, എക്സ്ചേഞ്ച് ഡിഫറൻസ് എത്ര വരുന്നു എന്ന് കാണാൻ. സോ റൈറ്റ്, ദ എക്സ്ചേഞ്ച് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു, exchange difference is equal to $8547 into 61.20. $8547 into 61.20. 61.20. That comes to 5,23,076. 5,23,076. 5,23,076. Am I right? Okay. Therefore, exchange difference is equal to, exchange difference is equal to, the monetary item, short term monetary item, exchange difference is equal to 5,23,076 minus 5 lakhs. That comes to 23,076. 23,076. 23,076. Am I right? Okay. Now write, as per accounting standard 11, as per accounting standard 11, the exchange difference, the exchange difference, the exchange difference charged it to P&L account. The exchange difference charged it to P&L account. Charged it to P&L account. Now write another question. Power Track Limited purchased, Power Track Limited purchased a plant for $50,000. Power Track Limited purchased a plant for $50,000 on 31st October 2018.
payable after 6 months. Payable after 6 months. Power Track Limited purchased a plant for $50,000 on 31st October 2018, payable after 6 months. Company entered into a forward contract for 6 months. Company entered into a forward contract for 6 months at the rate of 64.25 per dollar. At the rate of 64.25 per dollar. On 31st October 2018, the exchange rate was 61.50 per dollar. 61.50 per dollar. 61.50 per dollar. You are required to recognize the profit or loss. You are required to recognize the profit or loss on forward contract. Forward contract in the books of the company. In the books of the company for the year ended 31st March 2019. For the year ended 31st March 2019. Okay. ഇവിടെ ഫോർവേഡ് എക്സ്ചേഞ്ച് കോൺട്രാക്ട് ഫോർ 6 months എന്ന് പറഞ്ഞാൽ എന്നാ തുടങ്ങിയത്? ഇത് 31 ഒക്ടോബറിലാണ്. അപ്പോൾ നമ്മൾ നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച് 5 മാസം ഈ അക്കൗണ്ടിങ് ഇയറിൽ. 6ാമത്തെ മാസം മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ അടുത്ത മാസം അടുത്ത അക്കൗണ്ടിങ് ഇയറിൽ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ലോസോ പ്രോഫിറ്റോ വന്നാൽ 5 വർഷം 5 മാസത്തെ P&L അക്കൗണ്ട് കറണ്ട് ഇയറിലേക്കും 1 വർഷത്തെ അടുത്ത ഇയറിലേക്കും മാറ്റണം. 1 മാസത്തെ അടുത്ത വർഷത്തിലേക്കും മാറ്റണം. So write first forward contract rate is equal to forward exchange rate or forward contract rate on forward contract rate is equal to 64.25. Am I right? Spot rate is equal to 61.50. Correct? So this is hedging business, not for speculation. There is not trading at all. So the loss on forward contract is equal to loss on forward contract അല്ലെങ്കിൽ premium on contract is equal to loss on forward contract is equal to 2.75. Therefore total loss on entering into forward contract is equal to total loss on entering into forward contract is equal to how many dollars? $50,000 into 2.75. $50,000 into 2.75. That comes to 1,37,500. 1,37,500. Okay, right below contract period 6 months. Right below contract period 6 months. Loss for the period from November to March 2019, 5 months. Therefore, loss for 5 months will be recognized in 31st March 2019 is equal to 31st March 2019 is equal to 1,37,500 into 5 by 6. 1,37,500 into 5 by 6. 1,37,500 into 5 by 6. 1,37,500 into 5 divided by 6. That comes to 1,14,583. 1,14,583 is charged to P&L account this year. Charged to P&L account. Balance എന്ന് ചാർജ് ചെയ്യണം അടുത്ത ഇയറിലേക്ക്. അത് അടുത്ത ലൈനിൽ എഴുതി കഴിഞ്ഞാൽ മതി. ബാലൻസ് ലോസ് charged to P&L account in the next year. Balance loss charged to P&L account in the next year. So ഇത്രയുമാണ് എനിക്ക് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 11ൽ ഫോർവേഡ് എക്സ്ചേഞ്ച് കോൺട്രാക്റ്റിൽ പറയാനുള്ളത്. ഇനി നിങ്ങൾ കൂടുതൽ സംസ് ചെയ്യണം. അതിന് നിങ്ങളുടെ മോഡൽ ടെസ്റ്റ് പേപ്പേഴ്സും അതുപോലെ തന്നെ റിവിഷൻ ടെസ്റ്റ് പേപ്പേഴ്സും ഒക്കെ നോക്കുക. അങ്ങനെ അതിൽ നിന്ന് കിട്ടുന്ന പ്രോബ്ലംസ് എല്ലാം ചെയ്യുക. അങ്ങനെ കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുക. തിയററ്റിക്കലി ഞാനിത് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പ്ലീസ് റീഡ്, പ്ലീസ് ലിസൺ വെരി കെയർഫുള്ളി, സ്റ്റഡി വെരി വെൽ.
അങ്ങനെയാണെങ്കിൽ ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 11 നിന്ന് വരുന്ന ഏത് ക്വസ്റ്റിനും നിങ്ങൾക്ക് വ്യക്തമായി ആൻസർ ചെയ്യാൻ സാധിക്കും. റിമെമ്പർ വൺ തിങ്, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിന്റെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആൻസർ ചെയ്യുമ്പോൾ ഏത് ഭാഗത്തിനെ ബേസ് ചെയ്താണ് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കി ആൻസർ ചെയ്യാൻ ശ്രമിക്കണം. അതുകൊണ്ട് വളരെ ക്ലിയറായി വേണം ഓരോ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സും പഠിക്കാൻ. ഇനി അടുത്ത അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുമായിട്ട് വരുമ്പോൾ കാണാം. ഓക്കെ.